കേരളത്തിലൊരു കോൺഗ്രസ് വികാരം വി ഡി സതീശന് അനുകൂലമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് ആ കോൺഗ്രസ് വികാരം? 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, 102 സീറ്റ് കിട്ടി. കോൺഗ്രസിലെ ഒരണിയും, അതായത് 10, 70, 80 സീറ്റുകളിൽ ജയിച്ചു കയറുമെന്ന് വിചാരിച്ച കോൺഗ്രസിനെ മറ്റാരോടും ഏതു വെല്ലുവിളിക്കും മുന്നിൽ അഭിമാന ബോധത്തോടെ, അതിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അഴിച്ചു കളഞ്ഞ കൊടി തിരിച്ചു കെട്ടിച്ച കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതൊരു അപമാനമാണ്, അത് തികഞ്ഞ അപമാനമാണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലം അപമാനത്തിൻ്റെ, ആക്രമണത്തിൻ്റെ, അധിക്ഷേപത്തിൻ്റെ, അടിയുടെ കഥകൾ, കിട്ടിയ തല്ലിൻ്റെ കഥകളുണ്ടായിരുന്ന പല കോൺഗ്രസ്സുകാരുണ്ട്. അവർക്ക് ആത്മാഭിമാന ബോധത്തോടെ കണ്ടില്ലേ ഞങ്ങളുടെ പാർട്ടി എന്ന് ചോദിക്കാൻ കിട്ടിയ ഒരവസരമാണിത്. സ്വാഭാവികമായ അഭിമാന ബോധം കേരളത്തിലെ സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടിയതാണ് എങ്കിൽ ആ സംഘടനാ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആളോട് ഒരു കടപ്പാടുണ്ടാകും കോൺഗ്രസ്സുകാർക്ക്. അതിൻ്റെ പ്രതിഫലനമാണ് ആ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതൊരു നാടകം എന്നതിനപ്പുറത്ത് ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ, നിങ്ങൾക്കറിയാം, ആലപ്പുഴയിലോ മറ്റൊരു പെൺകുട്ടി കട്ടിലിൽ കിടക്കുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ. ഇടുക്കിയിലോ മറ്റൊരു ചെക്കൻ 33 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, കാഴ്ച കിട്ടില്ല ഇനി. അങ്ങനെ പലരും പലതും കൈവിട്ടും നഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും കിട്ടിയതാണ് ഈ 10 വർഷക്കാലത്തിന് ശേഷത്തെ അധികാരമെന്ന് മിനിമം കോൺഗ്രസ് നേതാക്കൾ വിചാരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ ഇന്നൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഫ്ലെക്സ് ബോർഡ്. ആ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയത് ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകണം, ചോറ് കഴിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്നാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, ഹൈക്കമാൻഡിൻ്റെ അതൃപ്തി. ഏത് ഹൈക്കമാൻഡ്? ഇങ്ങോട്ട് വരിക, എല്ലാവരെയും വേറെ വേറെ കേൾക്കുക. ഇത് നോക്കൂ, ഈ നീലകണ്ഠൻ എന്ന് പറയുന്ന നിയുക്ത MLA പരാതിപ്പെട്ടിരിക്കുന്ന എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ എന്ത് സുതാര്യതയെ ബാക്കിയുള്ളത്? ഇനി കോൺഗ്രസിൻ്റെ എൻറ്റയർ പ്രസ്ഥാനത്തെ അവിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണോ രാഷ്ട്രീയം കളിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വിശ്വാസമില്ലായ്മ ആര് കാണിച്ചാലും അവിശ്വാസം അതിൻ്റെ പ്രതിഫലനമായി, അതിൻ്റെ കൂലിയായിട്ട് കിട്ടും എന്നുള്ളതാണ്. നീലകണ്ഠൻ പറയുന്നു, നീലകണ്ഠൻ അഭിപ്രായം പറഞ്ഞു, നീലകണ്ഠൻ പറയുന്നു, നീലകണ്ഠൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മുന്നിൽ വെച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഞാൻ കണ്ടതാണ്. പുറത്തു വന്ന ഈ പേപ്പറിൽ അതില്ല എന്ന്. അതെങ്ങനെയാണ് ഇല്ലാതെ പോവുക? ഇനി അത് ആ പേപ്പർ ഒറിജിനൽ അല്ല എന്ന് പറയുന്നത് മുകുൾ വാസ്നിക്കാണ്. വി.പി. ദീപുവിൻ്റെ ഫോട്ടോ വ്യാജമാണെന്ന് മുകുൾ വാസ്നിക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നോക്കൂ, ഒരാൾ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്വന്തം പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വരികയാണ് ദേശീയ മാധ്യമത്തിൽ. അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാകും ആ പ്രസ്ഥാനത്തിൽ നിന്ന്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അയാൾക്കെതിരെ സൈബർ ആക്രമണം നടത്തും, അതല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഫോട്ടോ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.